നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സിനെ പറ്റിയാണ്. ഇതിൽ ഫസ്റ്റ് റിപ്പോർട്ട് റെസീപ്റ്റ്സ് റിപ്പോർട്ടാണ്. റെസീപ്റ്റ്സ് അടിച്ചേക്കണ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഫിൽട്ടർ ചെയ്ത് നമുക്ക് റെസീപ്റ്റ്സ് നോക്കാൻ പറ്റും. ഇൻവോയ്സ് ഉണ്ടെങ്കിൽ ഇൻവോയ്സ് വ്യൂ ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ റെസീപ്റ്റ്സ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് കസ്റ്റമർ ഔട്ട്സ്റ്റാൻഡിങ് ലിസ്റ്റ്. ഏതൊക്കെ കസ്റ്റമറാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇന്ന് വരെ തരാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഔട്ട്സ്റ്റാൻഡിങ് ആ കസ്റ്റമറും അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു കസ്റ്റമറെ വെച്ച് സെർച്ച് ചെയ്യുവാണെങ്കിൽ ആ കസ്റ്റമറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇൻവോയ്സസ് നമുക്ക് ഷോ ചെയ്ത് കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് എൻട്രി ഉള്ള ജി പാസ് എന്ന് പറഞ്ഞ കസ്റ്റമർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ കസ്റ്റമറിൻ്റെ ഇൻവോയ്സുകളും അതിനെത്രയാണ് എമൗണ്ട് പേ ചെയ്തേക്കണമെന്നും ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളതും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഈ CNV എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടാണ്, INV എന്ന് പറഞ്ഞ ഇൻവോയ്സും ആണ്. നമുക്ക് ഇവിടുന്ന് അത് വ്യൂ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെയുള്ളൊരു റിപ്പോർട്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് സർവീസ് റിപ്പോർട്ട്. നമ്മളൊരു കസ്റ്റമറെ ചൂസ് ചെയ്തിട്ട് ഇന്ന് വരെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് നോക്കുകയാണെങ്കിൽ സെയിം ഇത് ഇൻവോയ്സ് വൈസ് നമുക്ക് എത്ര ഇതുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ളത് കാണിച്ചു തരും. ഇത് കസ്റ്റമർ അഡ്വാൻസ് റിപ്പോർട്ടാണ്. നമ്മൾ ലോഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് അഡ്വാൻസ് റിസീവ് ചെയ്തേക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. ഇതെല്ലാം ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നതെല്ലാം അഡ്വാൻസ് ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂസ് ആണ്. അതായത് നമുക്ക് അഡ്വാൻസ് റിസീവ് ചെയ്തേക്കുന്ന എമൗണ്ട്സ് ആണ്. ഏതെങ്കിലും ഒരു കസ്റ്റമറിൻ്റെ ആണെങ്കിൽ നമുക്ക് അലൻ എന്ന് പറഞ്ഞൊരു കസ്റ്റമറെ ചെക്ക് ചെയ്യാം. കസ്റ്റമറെ നോക്കുവാണെങ്കിൽ ആ കസ്റ്റമറിൻ്റെ അത് റെസീപ്റ്റ്സ് അടിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇൻവോയ്സായിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് 400 ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതിന് അലോക്കേറ്റ് ചെയ്യാത്ത ഇൻവോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ്. കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റിൽ അലൻ എന്ന് പറഞ്ഞ ആ കസ്റ്റമറെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇൻവോയ്സ് 1000 അടിച്ചിട്ടുണ്ട്, ഒരു റെസീപ്റ്റ്സ് 800 അടിച്ചു, അടുത്തൊരു റെസീപ്റ്റ്സ് 800 അടിച്ചു, 400 അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുകയാണ് ആ കസ്റ്റമറിന്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ വന്നേക്കുന്നത്. ഇതിൻ്റെ PDF ആയിരിക്കും നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് SOI ആണ്. ഈ കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് സർവീസ് വൈസ് ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. SOIയിൽ ഇൻവോയ്സ് വൈസ് ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ അലൻ എന്ന് പറഞ്ഞൊരു കസ്റ്റമറെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അലൻ എന്ന് പറഞ്ഞ കസ്റ്റമറിന് എനിക്ക് തോന്നുന്നു ഓരോ ഇൻവോയ്സിനും ഒരു സർവീസ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ സർവീസ് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കാണിക്കത്തില്ല. ആ ഇൻവോയ്സിന് എത്രയാണ് ഡെബിറ്റ്, റെസിപ്റ്റ്സ് അടിക്കുമ്പോൾ എത്രയാണ് ക്രെഡിറ്റ്, ബാലൻസ് എമൗണ്ട്. അങ്ങനെയാണ് രണ്ട് രീതിയിൽ നമുക്ക്. ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് നമ്മൾ ഇൻവോയ്സ് വൈസ് ആയിരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നത്, ചിലർ സർവീസ് വൈസ് ആയിരിക്കും ചോദിക്കുന്നത്. അതിനു വേണ്ടിയാണ് രണ്ട് റിപ്പോർട്ട് വെച്ചായിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ സപ്ലയർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സപ്ലയർ സ്റ്റേറ്റ്മെൻറ്റിൽ ലോഡ് ചെയ്യുവാണെങ്കിൽ സപ്ലയർ ഔട്ട്സ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഷോ ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ആ കസ്റ്റമറെ ചൂസ് ചെയ്തിട്ട് ലോഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ്, ഏതെങ്കിലും ഒരു അക്കൗണ്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ഫുള്ള് നമുക്ക് ലോഡായി കിട്ടും.
അതിൻ്റെ അകത്ത് അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ അത് വ്യൂ ചെയ്ത് നോക്കിയാൽ മതി.